അസ്സലാമു അലൈക്കും. ബിസ്മില്ല. അസ്സലാത്തു വസ്സലാമു അല അഷ്റഫിൽ മുർസലീൻ വാല ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാബാദ്. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ക്ലാസ് 4 അഹ്കാമുൽ ഇസ്ലാം 2022 നടന്ന ആനുവൽ എക്സാം ക്വസ്റ്റ്യൻ പേപ്പറാണ്. 2023, 2024 വർഷങ്ങളിൽ നടന്ന ആനുവൽ എക്സാം ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ ആൻസർ കീ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കാണാത്തവരുണ്ടെങ്കിൽ പ്ലേലിസ്റ്റിൽ പോയിട്ട് നോക്കുക. നമുക്ക് ഈ ക്വസ്റ്റ്യൻ പേപ്പർ ഒന്ന് നോക്കാം. ഈ ക്വസ്റ്റ്യൻ പേപ്പറിലെ ഒന്നാമത്തെ പ്രവർത്തനം, കോളത്തിൽ ടിക്ക് മാർക്ക് അടയാളപ്പെടുത്തുക. ഒരു ചോദ്യവും 3 ഓപ്ഷൻസും കൊടുത്തിട്ടുണ്ട്. ശരിയായ ഓപ്ഷന്റെ നേരെയുള്ള ബോക്സിലാണ് നമ്മൾ ടിക്ക് മാർക്ക് കൊടുക്കേണ്ടത്. 1. അബ്ആലു സുന്നത്തുകളിൽ പെട്ടതാണ്. ഓപ്ഷൻസ്: ഫാത്തിഹ, ഒന്നാമത്തെ അത്തഹിയാത്ത്, അവസാനത്തെ അത്തഹിയാത്ത്. ശരിയുത്തരം ഒന്നാമത്തെ അത്തഹിയാത്ത്. 2. റവാത്തിബ് നിസ്കാരത്തിലെ റക്അത്തുകൾ. ഓപ്ഷൻസ്: 22, 20, 10. ശരിയുത്തരം 22. 3. ഇമാമിനോട് തുടർന്ന് നിസ്കരിക്കുന്നു എന്ന് മഅ്മൂം കരുതൽ. ഓപ്ഷൻസ്: ജമാഅത്തിന്റെ അദബ്, ജമാഅത്തിന്റെ ഫർള്, ജമാഅത്തിന്റെ ഷർത്ത്. ശരിയുത്തരം ജമാഅത്തിന്റെ ഷർത്ത്. 4. കുനൂത്ത് മറന്നാൽ നിസ്കാരം. ഓപ്ഷൻസ്: ശരിയാകും, ബാത്തിലാകും, മടക്കണം. ശരിയുത്തരം ശരിയാകും. 5. ജുമുഅ ഫർളാണ്. ഓപ്ഷൻസ്: പുരുഷന്മാർക്ക്, സ്ത്രീകൾക്ക്, എല്ലാവർക്കും. ശരിയുത്തരം പുരുഷന്മാർക്ക്. 6. സ്വഹാബികൾ തറാവിഹ് നിസ്കരിച്ചിരുന്നത്. ഓപ്ഷൻസ്: 10 റക്അത്ത്, 20 റക്അത്ത്, 8 റക്അത്ത്. ശരിയുത്തരം 20 റക്അത്ത്. ക്വസ്റ്റ്യൻ പേപ്പറിലെ രണ്ടാമത്തെ പ്രവർത്തനം, ചേരുംപടി ചേർക്കുക. 7. അബ്ആലു സുന്നത്ത്. 8. നോമ്പിന്റെ ഫർള്. 9. ജമാഅത്തിന്റെ ഷർത്ത്. 10. നോമ്പിന്റെ സുന്നത്ത്. 11. ഹൈആത്ത് സുന്നത്ത്. ഇപ്പുറത്ത് എ. റുക്കൂ, സുജൂദ് പോലെയുള്ളതിലേക്കുള്ള ഇമാമിന്റെ നീക്കങ്ങൾ അറിയുക. ബി. ഖുർആൻ പാരായണം വർദ്ധിപ്പിക്കൽ. സി. കുനൂത്തിനും സ്വലാത്തിനും നിൽക്കൽ. ഡി. റുക്കൂയിലും സുജൂദിലും ദിക്ർ ചൊല്ലുക. ഇ. രാത്രിയിൽ നിയ്യത്ത് ചെയ്യൽ. ഓരോന്നിനും ശരിയായ ഓപ്ഷന്റെ ലെറ്ററാണ് നമ്മൾ ആ ബോക്സിൽ എഴുതേണ്ടത്. 7. അബ്ആലു സുന്നത്ത്. അതിന് യോജിച്ചത് സി. കുനൂത്തിനും സലാത്തിനും നിൽക്കൽ. 8. നോമ്പിന്റെ ഫർള്. അതിന് ശരിയായത് ഇ. രാത്രിയിൽ നിയ്യത്ത് ചെയ്യൽ. 9. ജമാഅത്തിന്റെ ഷർത്ത്. അതിന് ശരിയായത് എ. റുക്കൂ, സുജൂദ് പോലെയുള്ളതിലേക്കുള്ള ഇമാമിന്റെ നീക്കങ്ങൾ അറിയുക. 10. നോമ്പിന്റെ സുന്നത്ത്. അതിന് ശരിയായത് ബി. ഖുർആൻ പാരായണം വർദ്ധിപ്പിക്കൽ. 11. ഹൈആത്ത് സുന്നത്ത്. അതിന് ശരിയായത് ഡി. റുക്കൂയിലും സുജൂദിലും ദിക്ർ ചൊല്ലുക. CEABD. അടുത്ത പ്രവർത്തനം, പൂരിപ്പിക്കുക. 12. ജമാഅത്ത് നിസ്കാരം പുരുഷന്മാർക്ക് ഡേഷ് ആണ്. അവിടെ പൂരിപ്പിക്കേണ്ടത് ഫർള് കിഫായ. ജമാഅത്ത് നിസ്കാരം പുരുഷന്മാർക്ക് ഫർള് കിഫായയാണ്. 13. ഷർത്തിന് ഡേഷ് വന്നാൽ നിസ്കാരം ബാത്തിലാകും. അവിടെ പൂരിപ്പിക്കേണ്ടത് ഭംഗം. ഷർത്തിന് ഭംഗം വന്നാൽ നിസ്കാരം ബാത്തിലാകും. 14. വെള്ളിയാഴ്ച രാപ്പകലുകളിൽ സൂറത്ത് ഡേഷ് ഓതൽ പ്രത്യേകം സുന്നത്താണ്. അവിടെ പൂരിപ്പിക്കേണ്ടത് അൽ കഹ്ഫ്. വെള്ളിയാഴ്ച രാപ്പകലുകളിൽ സൂറത്തുൽ കഹ്ഫ് ഓതൽ പ്രത്യേകം സുന്നത്താണ്. 15. വിത്ർ നിസ്കാരം ഡേഷിൽ മാത്രമേ ജമാഅത്ത് സുന്നത്തുള്ളൂ. അവിടെ പൂരിപ്പിക്കേണ്ടത് റമളാനിൽ. വിത്ർ നിസ്കാരം റമളാനിൽ മാത്രമേ ജമാഅത്ത് സുന്നത്തുള്ളൂ. 16. ഒരു നോമ്പ് നോറ്റവനെ നരകത്തിൽ നിന്ന് ഡേഷ് വർഷത്തെ ദൂരത്തേക്ക് അല്ലാഹു തആല അകറ്റും. അവിടെ പൂരിപ്പിക്കേണ്ടത് 70. ഒരു നോമ്പ് നോറ്റവനെ നരകത്തിൽ നിന്ന് 70 വർഷത്തെ ദൂരത്തേക്ക് അല്ലാഹു തആല അകറ്റും. 17. റമളാനിൽ മാത്രമാണ് ഡേഷ് നിസ്കാരം സുന്നത്തുള്ളത്. അവിടെ പൂരിപ്പിക്കേണ്ടത് തറാവീഹ്. റമളാനിൽ മാത്രമാണ് തറാവീഹ് നിസ്കാരം സുന്നത്തുള്ളത്. അടുത്ത പ്രവർത്തനം, ഒറ്റ വാക്കിൽ ഉത്തരമെഴുതുക. 18. പുണ്യങ്ങളുടെ പൂക്കാലം. ഉത്തരം റമളാൻ. 19. പാവങ്ങളുടെ ഹജ്ജ്. ഉത്തരം ജുമുഅ. 20. സുന്നത്തുകളിൽ ഏറ്റവും പ്രതിഫലമുള്ളത്. ഉത്തരം സുന്നത്ത് നിസ്കാരങ്ങൾക്ക്. 21. റവാത്തിബ് നിസ്കാരം മുഅക്കദായ റക്അത്തുകൾ. ഉത്തരം 10 റക്അത്ത്. 22. മീസാനിനെ നിറയ്ക്കുന്ന ദിക്ർ. ഉത്തരം അൽഹംദുലില്ലാ. 23. പെരുന്നാൾ നിസ്കാരം തുടങ്ങുന്നതിന് മുമ്പ് വിളിച്ചു പറയണം എന്ത്? ഉത്തരം അസ്സലാത്തു ജാമിഅ.
അടുത്ത പ്രവർത്തനം ഒറ്റ വാചകത്തിൽ ഉത്തരമെഴുതുക. 24. സുബഹിന്റെയും മഗ്രിബിന്റെയും ശേഷം 10 തവണ പ്രത്യേകം ചൊല്ലേണ്ട ദിക്ർ ഏതാണ്? ഉത്തരം ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹ് ലഹുൽ മുൽക്കു വലഹുൽ ഹംദു യുഹ്യി വയുമീതു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ. 25. വെള്ളിയാഴ്ച സുബഹിക്ക് ശേഷം യാത്ര പോവൽ ഹറാമാണ്. ആർക്ക്? ഉത്തരം ജുമുഅ നഷ്ടപ്പെടുമെന്ന് വന്നാൽ അവർ വെള്ളിയാഴ്ച സുബഹിക്ക് ശേഷം യാത്ര പോവൽ ഹറാമാണ്. 26. നോമ്പിന്റെ ഫർളുകൾ ഏതെല്ലാം? ഉത്തരം എല്ലാ ദിവസവും രാത്രി നിയ്യത്ത് ചെയ്യൽ, നോമ്പ് മുറിയുന്ന കാര്യങ്ങൾ ഉപേക്ഷിക്കുക എന്നിവയാണ് നോമ്പിന്റെ ഫർളുകൾ. 27. ജമാഅത്ത് സുന്നത്തുള്ള സുന്നത്ത് നിസ്കാരങ്ങളിൽ 4 എണ്ണം എഴുതുക. ഉത്തരം 2 പെരുന്നാൾ നിസ്കാരങ്ങൾ, 2 ഗ്രഹണ നിസ്കാരം, 3 മഴയ്ക്ക് വേണ്ടിയുള്ള നിസ്കാരം, 4 തറാവീഹ് നിസ്കാരം. 28. പെരുന്നാൾ നിസ്കാരത്തിൽ തക്ബീറുകൾക്കിടയിൽ ചൊല്ലേണ്ട ദിക്ർ ഏത്? ഉത്തരം സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ. 29. അബ്ആദ് സുന്നത്തുകളും ഹൈആത്ത് സുന്നത്തുകളും തമ്മിലുള്ള വ്യത്യാസം എന്ത്? ഉത്തരം അബ്ആദ് സുന്നത്തുകൾ ഒഴിവായാൽ സഹ്വിന്റെ സുജൂദ് ചെയ്യൽ സുന്നത്താണ്. എന്നാൽ ഹൈആത്ത് സുന്നത്തുകൾ മറന്നാൽ സഹ്വിന്റെ സുജൂദ് ഇല്ല. 30. ഒരാളെ അഭിനന്ദിക്കാൻ അറബിയിൽ എന്താണ് പറയേണ്ടത്? ഉത്തരം ജസാക്കല്ലാഹു ഖൈറാ. അടുത്ത പ്രവർത്തനം 5 വരിയിൽ കുറയാതെ ഉപന്യസിക്കുക. 31. അബ്ആദ് സുന്നത്തുകൾ, അതിനെ കുറിച്ചിട്ട് 5 വരിയിൽ കുറയാതെ എഴുതണം. അതിന്റെ ഉത്തരം നോക്കൂ. അബ്ആദ് സുന്നത്തുകൾ 7 എണ്ണമുണ്ട്. 1 ഒന്നാമത്തെ അത്തഹിയാത്ത്, 2 ഒന്നാമത്തെ അത്തഹിയാത്തിന് ശേഷമുള്ള സ്വലാത്ത്, 3 ഒന്നാമത്തെ അത്തഹിയാത്തിനും സ്വലാത്തിനും ഇരിക്കൽ, 4 സുബ്ഹിലും റമളാൻ അവസാന പാതിയിലെ വിത്റിലുമുള്ള കുനൂത്ത്, 5 കുനൂത്തിന് ശേഷമുള്ള സ്വലാത്ത്, 6 കുനൂത്തിനും സ്വലാത്തിനും നിൽക്കൽ, 7 അവസാന അത്തഹിയാത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കുടുംബത്തിന് വേണ്ടിയുള്ള സ്വലാത്ത്. അപ്പോൾ ഇത്രയാണ് അതിൻ്റെ ഉത്തരമായിട്ട് എഴുതേണ്ടത്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ. 32. പെരുന്നാൾ നിസ്കാരം, അതിന്റെ ഉത്തരം നോക്കൂ. വലിയ പെരുന്നാൾ സുന്നത്ത് നിസ്കാരം ഇമാമോട് കൂടി അദാ ആയി കിബിലയിലേക്ക് തിരിഞ്ഞ് അള്ളാഹുവിന് ഞാൻ നിസ്കരിക്കുന്നു എന്ന് നിയ്യത്ത് ചെയ്ത് തക്ബീറത്തുൽ ഇഹ്റാം ചൊല്ലി കൈകെട്ടുക. ദുആ ഉൽ ഇഫ്തിതാഹിന് ശേഷം 7 തവണ തക്ബീർ ചൊല്ലുക. തക്ബീറുകൾക്കിടയിൽ സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ എന്ന ദിക്ർ ചൊല്ലുക. ശേഷം ഫാത്തിഹയും സൂറത്തും ഓതുക. 2-ാം റക്അത്തിൽ ഫാത്തിഹയ്ക്ക് മുമ്പ് 5 തവണ തക്ബീർ ചൊല്ലുക. ശേഷം ഫാത്തിഹയും സൂറത്തും ഓതുക. സലാം വീട്ടിയതിനു ശേഷം ഇമാം അറബിയിൽ 2 ഖുത്ബ ഓതുക. ആദ്യ ഖുത്ബ തുടങ്ങുമ്പോൾ 9 പ്രാവശ്യവും 2-ാം ഖുത്ബ തുടങ്ങുമ്പോൾ 7 പ്രാവശ്യവും തക്ബീർ ചൊല്ലുക. അപ്പോൾ എത്രയാണ് അതിൻ്റെ ഉത്തരമായിട്ട് നിങ്ങൾ എഴുതേണ്ടത്. ഇതോടെ ഈ ക്വസ്റ്റ്യൻ പേപ്പറിലെ പ്രവർത്തനങ്ങളൊക്കെ കഴിഞ്ഞു. നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്പെടുമെന്ന് വിചാരിക്കുന്നു. ഇൻഷാ അല്ലാഹ് അടുത്തൊരു സബ്ജക്റ്റിൽ നമുക്ക് വീണ്ടും കാണാം. എല്ലാവർക്കും ഒരിക്കൽ കൂടി അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.